ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഒരു അടിപൊളി ബീഫ് റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇന്നലെ സിസ്റ്റർ റൂമിൽ സിസ്റ്റർ മോൾക്ക് ബർത്ത്ഡേ ആയിട്ട് ഭയങ്കര ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും പറയാണ്ട് രാത്രി പെട്ടെന്ന് ഉച്ചക്ക് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് രാത്രി പെട്ടെന്ന് അങ്ങനെ പോയതേനു. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ അവരെ ഹസ്ബൻഡിൻ്റെ കസിൻസും കുട്ടികൾ കുറേ ആളെല്ലാം ഉണ്ടായിനേനു. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ അവിടെ പോയി. അപ്പോൾ പോകുമ്പോഴുള്ള ആ ഒരു പോപ്സെല്ലാം പൊട്ടിക്കുന്നതും സർപ്രൈസ് എന്ന ആ ഒരു വീഡിയോസ് അതെല്ലാം കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ എന്തോ എല്ലാം ഒന്ന് സ്റ്റക്കായിപ്പോയി, പിന്നെ എല്ലാം അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇതാ കേക്കെല്ലാം കട്ട് ചെയ്ത് പിന്നെ അവിടെ ഫുഡെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞ് ഫോട്ടോസെല്ലാം എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പോൾ അത് എന്താ പറയുക ഇന്നലെ രാത്രിയേനും. അപ്പോൾ ഞാനത് വീഡിയോയിൽ ജസ്റ്റ് ഉൾപ്പെടുത്തിയേ ഉള്ളൂ. ഇനി നമുക്ക് ബീഫ് റോസ്റ്റിലോട്ട് വരാം. അപ്പോൾ ഇത് നല്ല അടിപൊളി ബീഫ് റോസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പൊറോട്ടയോ പുട്ടോ എന്തിൻ്റെ കൂടെയും നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മസാല എന്താ പറയുക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് 1 ടീസ്പൂൺ ക്യുമിൻ സീഡും 1/2 ടീസ്പൂൺ ഫെന്നൽ സീഡ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 4 ഏലക്കായ്, പിന്നെ കുറച്ച് വറ്റൽമുളക്, ഒരു 10ഓളം വറ്റൽമുളകുണ്ട്. ഇത് ഞാൻ കാശ്മീരി ചില്ലി കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേറെ മുളക് പൊടിയൊന്നും ഇപ്പോൾ ഇടുന്നില്ല. അതുകൊണ്ട് ഇത് എന്താ പറയുക നിങ്ങളെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം നല്ലോണം ചൂടായിട്ടുണ്ട്. അധികം അങ്ങ് ചൂടായിട്ട് അതിൻ്റെ കളറൊന്നും മാറിപ്പോണ്ട. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ ചൂടെല്ലാം നല്ലോണം പോയി കഴിഞ്ഞിട്ട് ഇതൊരു ഗ്രൈൻഡറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫാക്കി പിന്നെ ആ ഒരു എന്താ പറയുക അടുപ്പത്തു നിന്നൊന്ന് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ആ ചൂടുകൊണ്ട് പിന്നെയും അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചൂടെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് പൊടിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നല്ലോണം പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തന്നെ ഒരു 5-6 വെളുത്തുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങ നീരുണ്ടല്ലോ അതും. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഈ പൊടിയിൽ തന്നെ ഇതെല്ലാം ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പം നമ്മളിതാ ബീഫ് ഒരു 1/2 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ക്ലീൻ ചെയ്തിട്ടൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും ഇട്ടിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ബീഫിൽ എന്താ പറയുക ഈ മസാലയെല്ലാം നല്ലോണം ബീഫിലൊന്ന് പിടിക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ ബീഫ് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് ഒഴിക്കുക എത്രയുണ്ടോയെന്ന്. അത് ഞാനിപ്പോൾ ഗ്രൈൻഡറിൽ തന്നെ അരച്ചിട്ടുള്ള ഗ്രൈൻഡറിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി ബാക്കി വെള്ളം എന്താ പറയുക ഈ ബീഫിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വരും. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഈ ബീഫൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ബീഫ് വേകുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസം മുമ്പേ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇതുവരെ കവറിൽ നിന്ന് അയക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോ തിരക്കിൽ പിന്നെ അങ്ങ് സമയം പോയി. അപ്പോൾ ഇതാ ഇങ്ങനെ ബോട്ടിലെല്ലാം ഇട്ട് വെക്കാൻ ഉണ്ടായിരുന്നു കുറച്ച് കിസ്മിസെല്ലാം. അപ്പോൾ അതും പാക്കറ്റൊന്നും ഇതുവരെ പൊളിച്ചിട്ടില്ല. ഓരോ തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ പിന്നെ പാത്രമെല്ലാം കഴുകി തുടച്ചിട്ടെല്ലാം വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ മടിയായി നീണ്ടു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് തന്നെ അതങ്ങ് ചെയ്തേക്കാം. അപ്പോൾ ഇത് അങ്ങനെ ബോട്ടിലെല്ലാം കഴുകിയെല്ലാം തുടച്ച് അതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയ ഒരു ഫ്രൈ പാനും അതെല്ലാമായിരുന്നു. വാങ്ങിയപ്പാട് ഉണ്ടാക്കണോ അതിൽ നിന്നെല്ലാം വിചാരിച്ചു. പിന്നെ നമ്മൾ പുതിയതായിട്ടൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുക അല്ലേ, ഒന്ന് ഇങ്ങനെ പുതിയത് അതേപോലെ തന്നെ കുറച്ച് നാൾ വെക്കുമല്ലോ, എന്നിട്ട് വീണ്ടും പഴയത് തന്നെ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇതിൽ തന്നെ നമുക്ക് ബീഫ് ഉണ്ടാക്കാം. അങ്ങനെ അതിന് വേണ്ടി അതെടുത്തതായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പണിയെല്ലാം കൂടി ചെയ്തേക്കാമെന്ന് വിചാരിച്ച്
പിന്നെ ഇതാ ഇതും കുറേ നാളായി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുമെല്ലാം ഒന്ന് എന്താ പറയുക ഒന്ന് തുറന്നിട്ട് നിങ്ങളെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും എടുക്കാനും വെക്കാനും തന്നെ പേടിയാവും. കാരണം എപ്പോഴും ഇതിങ്ങനെ എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തട്ടി മുട്ടി ഒന്ന് എന്തെങ്കിലും ഒരു സ്ക്രാച്ച് വരെ പൊട്ടലെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് ഗ്ലാസിൻ്റെ എല്ലാം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചതാ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഒന്നിങ്ങനെ എടുത്തിട്ട് വന്നതാണ്. പിന്നെ എന്തെങ്കിലും ഗസ്റ്റെല്ലാം വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡെസേർട്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചതേനു. പിന്നെ ഇതും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ അന്ന് ഡേ ടു ഡേ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതേനു. അപ്പോൾ ഇതിൻ്റെ നല്ല ക്വാളിറ്റിയും പിന്നെ കുറച്ച് വില ഉള്ളതും കുറച്ച് കുറഞ്ഞതുണ്ട്. ഇതും അധികം വില കുറഞ്ഞതല്ല. ഇത് കാണുമ്പോൾ കുറച്ച് കട്ടിയും ഇത്തിരി വെയിറ്റിലുണ്ട്. നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സൈസുള്ള എന്താ പറയുക ചെമ്പ് കുറേ ദിവസമായി വാങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒന്നിക്കിൽ നന്ന ചെറുതായിരിക്കും, അല്ലെങ്കിൽ നല്ലോണം വലുതായിരിക്കും. അപ്പോൾ ഈ ഒരു കറക്റ്റ് സൈസ് കുറേ നോക്കുന്നു. അപ്പോൾ വാങ്ങുമ്പോൾ എന്തായാലും നാളെ തന്നെ ആവശ്യം ഉണ്ടാവും, അങ്ങനെ വിചാരിച്ചിട്ടാണ് വാങ്ങിക്കുക. പക്ഷെ വാങ്ങിയാൽ പിന്നെ കുറച്ച് ദിവസം ബേക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി ബീഫെല്ലാം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബാക്കിയുള്ള പണി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പും മാത്രം ഇടുക. അതൊന്ന് പൊട്ടിയതിന് ശേഷം ഇപ്പം ഞാൻ 1 കപ്പ് ചുവന്നുള്ളി ഉണ്ടല്ലോ, കുഞ്ഞുള്ളി, അതാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് ശരിക്കും വെളിച്ചെണ്ണയിൽ ആ ചുവന്നുള്ളി തന്നെ വേണം ഫുള്ളായിട്ട്. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ഇരട്ടിക്കും. പിന്നെ ആദ്യം നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ ഈ ഉള്ളി ഇടുന്നതിന് മുമ്പ് ആ ഒരു എന്താ പറയുക സമയത്ത് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ അടുത്ത് അതില്ലേനും. അപ്പം ഞാനിത് ചുവന്നുള്ളി ഇട്ട് പിന്നെ അത് കുറേ ഇങ്ങനെ തൊലി കളയാനുള്ള മടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു പകുതി വലിയ ഉള്ളി കൂടി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ചുവന്നുള്ളിയാണെങ്കിൽ അതന്നെ ആയിരിക്കും അടിപൊളി. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, എല്ലാം കുറച്ച് മതി. ബാക്കി മസാലകളെല്ലാം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഉള്ളിയിൽ കണക്കായിട്ടുള്ളത് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളിയെല്ലാം നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് നിങ്ങൾക്കിത് നല്ലോണം കട്ടിയായിട്ട് എന്താ പറയുക അധികം ചാറൊന്നും ഇല്ലാണ്ട് ഒരു പെരണ്ടിരിക്കുന്നൊരു പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, വറ്റിച്ചെടുക്കുക. അപ്പം ഞാനിത് അധികം അങ്ങ് വറ്റിക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണും ഇല്ല, ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഉപ്പെല്ലാം നോക്കി അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഇതിന് പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിനായതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണമല്ലോ, അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ വറ്റിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, വറ്റിച്ചെടുക്കാം. അപ്പോൾ ബീഫെല്ലാം നല്ലോണം വെന്തിട്ടുണ്ടായിന്. ഇനി നല്ലോണം എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കുന്ന മേലെ ഒരു കറിവേപ്പിലയും കൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മളിത് അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് പുട്ടിനായതുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുക ഗ്രേവി വേണ്ടതുകൊണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് എന്തിൻ്റെ കൂടെയും നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.